ഹായ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി പാസ്തയുടെ റെസിപ്പിയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അതിനായിട്ട് നമ്മളിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള എല്ലാം പൊടിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കവും ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളകും കുരുമുളകും എല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചീഞ്ചട്ടിയിൽ. അതിലേക്ക് നമ്മൾ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു, പിന്നെ എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പാസ്ത വേവിക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാനായിട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്ത നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് തിളച്ച് ഒരു 8 മിനിറ്റ് അത് നന്നായി തിളച്ച് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഇവിടെ ഒരുവിധം നന്നായിട്ട് പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരരിപ്പയിലേക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാം. ഇനി പാസ്ത റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഒരുവിധം വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാട്ടെ. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അധികം വേണ്ട. വെജിറ്റബിൾസിനുള്ള നമ്മൾ ആദ്യം പാസ്തയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പാസ്ത, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടൊമാറ്റോ സോസ് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുരുമുളകും വറ്റൽമുളകും ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മിസ്സാക്കരുത് കേട്ടോ കൂട്ടുകാരെ, കാരണം ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ പാസ്ത റെസിപ്പിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ സ്വല്പം മല്ലിയിലയും കൂടെ ചേർത്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പാസ്ത റെഡി. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ കൂട്ടുകാരെ, ഉറപ്പായിട്ടും ട്രൈ ചെയ്യണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.